പരിശുദ്ധമായ ഹജ്ജിന്റെ മാസത്തിലാണ് നാം ഉള്ളത്. ഓരോ നാടിൻ്റെയും കുടുംബത്തിൻ്റെയും പ്രതിനിധികളായി പരിശുദ്ധമായ കഅബ മന്ദിരത്തിലേക്ക് ലക്ഷോപലക്ഷം ഹാജിമാർ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത്. ഒരേ സ്ഥലത്ത് ഒരേ ലക്ഷ്യത്തിൽ ഒരേ വേഷത്തിൽ ലോക മുസ്ലിമീങ്ങൾ ഒത്തുകൂടുന്ന ഒരു ലോക മുസ്ലിം സമ്മേളനത്തിന് ഒരിക്കൽ കൂടി കാലം സാക്ഷിയാവുകയാണ്. അല്ലാഹു എല്ലാ ഹാജിമാരുടെയും ഹജ്ജും മുഴുവൻ ഇബാദത്തുകളും മഖബൂലും മബ്റൂറുമായ നിലയിൽ ഖബൂൽ ചെയ്യുമാറാവട്ടെ. ബഹുമാന്യരായ ഹാജിമാർ, അവർ എത്ര ഭാഗ്യവാന്മാരാണ്. വർഷങ്ങളായി അവരുടെ മനസ്സിൽ താലോലിച്ചു നടന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നതിൻ്റെ സന്തോഷത്തിലാണ് അവരുള്ളത്. മക്ക വിശുദ്ധ ഭൂമിയാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ നിർഭയത്വത്തിൻ്റെ നാടാണ്. അതിനേക്കാളേറെ ലോകത്തെമ്പാടുമുള്ള സത്യവിശ്വാസികൾ തിരിഞ്ഞു നിന്ന് നമസ്കരിക്കുന്ന മുഅ്മിനീങ്ങളുടെ ഖിബലയായ കഅബയുടെ നാടാണ്. മഹാനായ റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മനാടാണ്. സംസമിൻ്റെയും ഹജറുൽ അസ്വദിൻ്റെയും മഖാമു ഇബ്രാഹിമിൻ്റെയും നാടാണ്. അവിടെ ചെല്ലുക, പ്രവാചകന്മാരുടെ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ ഇടങ്ങളിലൂടെ സഞ്ചരിക്കുക, പുണ്യമാക്കപ്പെട്ട പരിശുദ്ധമായ ഹജ്ജ് കർമ്മം തെറ്റുകൂടാതെ നിർവഹിക്കുക എന്നൊക്കെയുള്ളത് ഏതൊരു സത്യവിശ്വാസിയുടെയും സൗഭാഗ്യമാണ്. ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളിൽപ്പെട്ടതൊന്നാണ്. ലോകാത്ഭുതങ്ങളും മനം കവരുന്ന കാഴ്ചകളും കണ്ട ഒരു വ്യക്തി പരിശുദ്ധമായ കഅബ ഷരീഫിന്റെ മുറ്റത്ത് നിന്നാൽ അന്നുവരെയും ആ മനുഷ്യൻ കണ്ടിട്ടില്ലാത്ത, അനുഭവിച്ചിട്ടില്ലാത്ത, ആസ്വദിച്ചിട്ടില്ലാത്ത അനുഭൂതിയായിരിക്കും, ആത്മീയ നിർവൃതിയായിരിക്കും ഒരു മനുഷ്യന് ലഭിക്കുക. അതാണ് പരിശുദ്ധമായ കഅബയുടെയും മക്കയുടെയും പ്രത്യേകത. ഇന്ന് നമ്മുടെ ഹാജിമാർ അവരുടെ ശരീരവും അവരുടെ മനസ്സും മക്കയിലാണുള്ളത്. ഈ സമയത്ത് നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ് നമ്മൾ നാട്ടിലാണെങ്കിൽ പോലും ശരീരം ഇവിടെ നിന്നുകൊണ്ടും മനസ്സ് മക്കയിലെത്തിക്കാൻ നമുക്ക് സാധിക്കും. ഒരു ഹാജിയുടെ പ്രതിഫലം കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കും. അത് അല്ലാഹുവിൻ്റെ വലിയൊരു ഔദാര്യം കൂടിയാണ്. എല്ലാവർക്കും എല്ലാ വർഷവും പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി ഹജ്ജിൻ്റെ സീസണിൽ മക്കയിൽ എത്തിച്ചേരാൻ സാധിച്ചു കൊള്ളണമെന്നില്ലല്ലോ. അപ്പൊ സാധുക്കളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാടുകളിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ മനസ്സും നമ്മുടെ ഖൽബും പരിശുദ്ധമായ കഅബയുടെ മുറ്റത്തേക്ക് പറിച്ചു നടാനും ഈ ഒരു 10 ദിവസങ്ങൾ അഥവാ ദുൽഹജ്ജിന്റെ ആദ്യ 10 ദിവസങ്ങൾ അത് ഇബാദത്തിലായി കഴിച്ചുകൂട്ടാനും നമുക്ക് സാധിച്ചാൽ ഹാജിമാരെ പോലെ തന്നെ പ്രതിഫലം വാരിക്കൂട്ടാൻ നമുക്കും സാധിക്കും. മഹാനായ ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ലാ പറയുന്നത് നിങ്ങൾ നോക്കൂ. ലമ്മാ കാന അല്ലാഹു സുബ്ഹാനഹു വതആല ഖദ് വദഅ ഫീ നുഫൂസിൽ മുഅ്മിനീന ഹനീനൻ ഇലാ മുശാഹദതി ബൈതിൽ ഹറാം. മഹാനവറുകൾ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വതആല മുഅ്മിനീങ്ങളുടെ മനസ്സിൽ ആ പരിശുദ്ധമായ കഅബയെ ഒരു നോക്ക് കാണാനുള്ള ആഗ്രഹം വിട്ടുകൊടുത്തിട്ടുണ്ട്. എല്ലാ മുഅ്മിനീങ്ങൾക്കും അവരുടെ മനസ്സിൽ കഅബയൊന്ന് ഒരു നോക്ക് കാണണമെന്ന് ആഗ്രഹമുള്ളവരാണ്. പക്ഷേ വലൈസ കുല്ലു അഹദിൻ ഖാദിറുൻ അലാ മുശാഹദതിഹി ഫീ കുല്ലി ആം. എല്ലാവർക്കും എല്ലാ വർഷവും ആ പരിശുദ്ധമായ നാട്ടിൽ എത്തിച്ചേരാനും ഹജ്ജ് നിർവഹിക്കാനും സാധിച്ചു കൊള്ളണമെന്നില്ല. ഫറദ അലൽ മുസ്തതീ അൽ ഹജ്ജ് മറത്തൻ വാഹിദത്തൻ ഫീ ഉംരിഹി. അതുകൊണ്ട് ഒരാളുടെ ആയുസ്സിൽ ഒരിക്കൽ മാത്രമേ ഫർളായ ഹജ്ജ് നിർബന്ധമുള്ളൂ.
وجعل موسم العشر مشتركا بين السائرين والقاعدين فمن عجز عن الحج في عام قدر في العشر على عمل يعمله في بيته. പ്രിയപ്പെട്ടവരെ, കഴിവുള്ളവർക്ക് ആയുസ്സിൽ ഒരിക്കൽ മാത്രം അല്ലാഹു നിർബന്ധമാക്കുകയും എന്നാൽ ഹജ്ജിന് പുറപ്പെട്ടവരും പുറപ്പെടാൻ സാധിക്കാത്തവരുമായി നാടുകളിൽ കഴിയുന്നവർക്ക് ഈ പുണ്യദിനത്തിൽ പങ്കുചേരുവാനുള്ള ഒരു സന്ദർഭം, ഒരു സാഹചര്യം ദുൽഹജ്ജ് 10 ദിവസത്തെ ആദരിക്കുക വഴി സർവ്വ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു നൽകിയിരിക്കുന്നുവെന്ന്. ഒരു വർഷം ഹജ്ജിന് പോകാത്തവർക്കും ഈ 10 ദിവസങ്ങൾ വീട്ടിലിരുന്ന് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കും. അവർക്ക് ഇബാദത്തുകളിൽ നിരതരാവാൻ കഴിയും. അതിലൂടെ തീർച്ചയായും ഹജ്ജിനേക്കാളും അല്ലെങ്കിൽ ജിഹാദിനേക്കാളും മഹത്വമുള്ള പ്രതിഫലം വാരിക്കൂട്ടാൻ വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് സാധിക്കുമെന്ന് മഹാനവറുകൾ വിശദീകരിക്കുന്നുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. മൽ അമലു ഫി അയ്യാമിൽ അശ്രി അഫ്ളല മിനൽ അമലി ഫി ഹാദിഹി. ദുൽഹജ്ജിന്റെ ഈ ദുൽഹജ്ജ് മാസത്തിന്റെ 10 ദിവസങ്ങളിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഇബാദത്തുകളോടൊപ്പം എത്താൻ വേറെ ഒരു ഇബാദത്തുകൾക്കും സാധ്യമല്ല. അഥവാ നാം ഇപ്പോൾ നിലകൊള്ളുന്ന ഈ സമയം, ദുൽഹജ്ജിന്റെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ നാം ചെയ്യുന്ന ചെറുതും വലുതുമായ കർമ്മങ്ങളോടൊപ്പം നിൽക്കാൻ വേറെ ഏതു മാസവും ഏത് സന്ദർഭങ്ങളിലും നാം ചെയ്യുന്ന ഒരു ഇബാദത്തുകൾക്കും അത്രത്തോളം എത്തിച്ചേരാൻ സാധ്യമല്ല എന്ന് പ്രവാചകൻ പറഞ്ഞു വെച്ചപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, ഖാലു വലൽ ജിഹാദു, ജിഹാദും ഈ പറഞ്ഞ ദുൽഹജ്ജിന്റെ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന അമലുകളോടൊപ്പം എത്താൻ പ്രാപ്തമല്ലേ എന്ന് ചോദിച്ചു. മഹാനായ പ്രവാചകൻ പറഞ്ഞു, ഖാല വലൽ ജിഹാദ്, അതെ, ജിഹാദിനും എത്തിച്ചേരാൻ സാധ്യമല്ല. ജിഹാദിന് പോലും ഈ കർമ്മത്തോളം എത്തിച്ചേരാൻ സാധ്യമല്ല. ഖാല വലൽ ജിഹാദു ഇല്ലാ റജുലുൻ ഖറജ യുഖാതിറു ബിനഫ്സിഹി വമാലിഹി ഫലം യർജിഉ ബിശൈ. എന്നാൽ ഒരാൾ തന്റെ സമ്പത്തും തന്റെ ശരീരവുമായി ജിഹാദിന് പുറപ്പെടുകയും ഇവ രണ്ടുമില്ലാത്ത അവസ്ഥയിൽ അയാൾ ശൂന്യനായി തീരുകയും ചെയ്തുവെങ്കിൽ ആ മനുഷ്യനൊഴികെ, ആ മനുഷ്യന്റെ ആ ജിഹാദിനൊഴികെ വേറെ ഒരു കർമ്മത്തിനും ദുൽഹജ്ജിന്റെ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന ഇബാദത്തുകളോളം എത്താൻ സാധ്യമല്ലെന്ന് അല്ലാഹുവിന്റെ റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാൾ ശ്രേഷ്ഠകരമാണ് ദുൽഹജ്ജിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളിലെ കർമ്മങ്ങൾ എന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെക്കുന്നത്. ഇവിടെ പ്രവാചകൻ എടുത്തു പറഞ്ഞു ഒരു ജിഹാദിനെ പറ്റി. ആ ജിഹാദ് സ്വന്തം ശരീരവും സമ്പത്തുമായി ജിഹാദിന് പുറപ്പെടുകയും അവയിൽ നിന്ന് ഒന്നും അദ്ദേഹത്തിന് തിരിച്ചു കൊണ്ടുവരാതെ ആ രണഭൂമിൽ തന്നെ രക്തസാക്ഷിയാകുന്നുവെങ്കിൽ മാത്രമാണ്, അത്തരം ജിഹാദിനും പോരാട്ടത്തിനും മാത്രമാണ് ദുൽഹജ്ജിലെ ആദ്യ 10 ദിവസങ്ങളിലെ കർമ്മങ്ങളെക്കാൾ ശ്രേഷ്ഠകരമായ ഒരു കർമ്മം ചെയ്യാൻ കഴിയുന്നത്. അല്ലാതെ ഒരു മനുഷ്യനും അത്രത്തോളം അമലുകൾ ചെയ്യാൻ, അത്രത്തോളം പുണ്യമാക്കപ്പെട്ട ഒരു സൽക്കർമ്മം ചെയ്യാൻ സാധ്യമല്ലെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു. അപ്പൊ ഈ ദിവസങ്ങളിൽ അനുഷ്ഠിക്കുന്ന സൽക്കർമ്മങ്ങളെക്കാൾ അല്ലാഹുവിന്റെ അടുക്കൽ സംശുദ്ധവും പ്രതിഫലാർഹവുമായ മറ്റൊരു കർമ്മവും ഇല്ല തന്നെ. മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം യഅനി അയ്യാമൽ അശ്ർ. മഹാനായ പ്രവാചകൻ പറഞ്ഞു, ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിനങ്ങളിൽ നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളെക്കാൾ പടച്ചവന് ഇഷ്ടപ്പെട്ട പ്രിയങ്കരമായ മറ്റൊരു ഇബാദത്തും ഇല്ല തന്നെ. അത്രമാത്രം ശ്രേഷ്ഠമാണ് ഇപ്പോൾ നാം നിലകൊള്ളുന്ന ഈ സമയത്ത് ചെയ്യുന്ന സുബ്ഹാനല്ലാഹ്ക്കും അൽഹംദുലില്ലാഹ്ക്കും അല്ലാഹു അക്ബറിനും ഒക്കെ പടച്ചവൻ നമുക്ക് വാരിക്കോരി തരാമെന്ന് പറഞ്ഞിട്ടുള്ള പുണ്യം. ഒട്ടേറെ ഹദീസുകൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാം. ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, അല്ലാഹുവിന്റെ റസൂൽ അരുളി, അഫ്ളലു അയ്യാമിദ് ദുനിയ അയ്യാമുൽ അശ്ർ. ഈ ദുനിയാവിലെ ഏത് ദിവസങ്ങളെക്കാളും അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടത് ദുൽഹജ്ജിന്റെ ആദ്യ 10 ദിവസങ്ങളാകുന്നു എന്ന്. ഇങ്ങനെ അനവധി ഹദീസുകൾ. റമളാനിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് പോലും, റമളാനിൽ നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് പോലും ഈ ശ്രേഷ്ഠത പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, റമളാനിലെ അവസാനത്തെ 10
പകലുകളേക്കാൾ ശ്രേഷ്ഠമാണ് ദുൽഹജ്ജ് മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളിലെ പകലുകൾ. രാത്രിയുടെ കാര്യം വേറെ, രാത്രിയുടെ വേറെ വിശദീകരണം മുഹദ്ദിസുകൾ അതിന് നൽകിയിട്ടുണ്ട്. ഇന്ന അയ്യാമ അശ്റ ദിൽ ഹിജ്ജ അഫ്ളലു മിൻ അയ്യാമിൽ അശ്റിൽ അവാഖിരി മിൻ റമളാൻ വലയാലിൽ അശ്റു മിൻ റമളാൻ അഫ്ളലു മിൻ ലയാലിൽ അശ്റു മിൻ ദിൽ ഹിജ്ജ. മഹാന്മാർ എഴുതി വെച്ചിട്ടുണ്ട്, റമളാനിലെ അവസാനത്തെ 10 പകലുകളേക്കാൾ ശ്രേഷ്ഠകരമാണ് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ 10 ദിവസങ്ങളിലെ പകലുകൾ എന്ന്. കാരണം അറഫ ദിവസങ്ങൾ, ആ ദിവസങ്ങളിലാണ് അറഫ ദിവസം ഉള്ളത്. ബലിപെരുന്നാൾ ദിനം ആ സുദിനത്തിലാണുള്ളത്. ദുൽഹജ്ജ് 8-ന് മക്കയിൽ നിന്ന് ഹാജിമാർ തൽബിയത്ത് ചൊല്ലി മിനായിലേക്ക് നീങ്ങുന്ന ദിവസം ഈ 10 ദിവസത്തിനുള്ളിലാണ്. ഇങ്ങനെ അതിശ്രേഷ്ഠമായ ദിവസങ്ങളൊക്കെ ദുൽഹിജ്ജ 10-നുള്ളിലാണ് നടക്കുന്നത്. അതുകൊണ്ട് ലോകത്തുള്ള മുഴുവൻ ദിവസങ്ങളെക്കാൾ ഇന്ന് വരെ കഴിഞ്ഞ ഒരു വർഷത്തിലെ മുഴുവൻ ദിവസങ്ങളിലും വെച്ച് നോക്കുമ്പോൾ പകലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത്, റമളാനുകളേക്കാൾ ശ്രേഷ്ഠമായത് ഈ പരിശുദ്ധമായ ദിവസങ്ങളിലാകുന്നു എന്ന്. എന്നാൽ രാത്രിയുടെ വിഷയത്തിൽ റമളാനിലെ അവസാനത്തെ രാത്രികൾക്കാണ് ശ്രേഷ്ഠതയുള്ളത്. മഹാനായ പ്രവാചകൻ ഉറക്കമൊഴിച്ച് കാത്തിരുന്ന രാത്രികളാണല്ലോ റമളാനിലെ ഒടുവിലത്തെ രാവുകൾ എന്നുള്ളത്. എന്ന് മാത്രമല്ല, ആ രാവുകളിലാണ് ഖദറിന്റെ രാത്രി അള്ളാഹു ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് രാത്രികളിൽ ഏറ്റവും ശ്രേഷ്ഠം റമളാനിലെ അവസാനത്തെ 10 രാവുകളും, എന്നാൽ പകലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ദുൽഹജ്ജിന്റെ ആദ്യ 10 പകലുകളുമാണെന്ന് മഹാന്മാർ, ഹദീസിന്റെ പണ്ഡിതന്മാർ ഇത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദുൽഹിജ്ജ മാസത്തിലെ 10 ദിനങ്ങൾ ഇത്രയും ശ്രേഷ്ഠമായതിന്റെ പ്രധാനപ്പെട്ട കാരണത്തെ പറ്റി മഹാനായ ഇബ്നു ഹജർ തങ്ങൾ അദ്ദേഹം എഴുതി വയ്ക്കുന്നുണ്ട്. വല്ലദി യൽഖറു അന്ന സബബ ഫി ഇംതിയാസി അശ്റ ദിൽ ഹിജ്ജ ലിമകാനി ഇജ്തിമാഇ ഉമ്മഹാത്തിൽ ഇബാദത്തി ഫീഹി. മഹാനവറുകൾ പറയുന്നു, ദുൽഹിജ്ജ മാസത്തിലെ 10 ദിനങ്ങൾ ഇത്രയും ശ്രേഷ്ഠത കൈവരിക്കാനുണ്ടായ കാരണം അടിസ്ഥാന ആരാധനകളായ നിസ്കാരവും നോമ്പും ദാനധർമ്മവും ഹജ്ജും തുടങ്ങിയ ഇബാദത്തുകളൊക്കെ ഈ ദിനത്തിൽ ഒന്നിച്ചു വരുന്നു എന്നുള്ളതാണ്. മറ്റു ഒരു ദിനത്തിലും അങ്ങനെ ഒരുമിച്ച് വരുന്നില്ല. ദുൽഹജ്ജിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളിലാണ്. ആ ദിവസങ്ങളിൽ നിസ്കാരമുണ്ട്, മറ്റു ദിവസങ്ങളിലും നിസ്കാരമുണ്ട്. ആ ദിവസങ്ങളിൽ നോമ്പുണ്ട്, അതുപോലെ സ്വതക്കകൾ കൊടുക്കുന്നുണ്ട്, അതുപോലെ ഹജ്ജ് ആ മാസത്തിനുള്ളിൽ, ആ 10 ദിവസങ്ങൾക്കുള്ളിലാണ്. ഇങ്ങനെ ഒട്ടേറെ ഇബാദത്തുകൾ, ഉമ്മഹാത്തുൽ ഇബാദ, ഇബാദത്തുകളുടെ പ്രധാനപ്പെട്ട ഇബാദത്തുകളൊക്കെ ഈ 10 ദിവസങ്ങൾക്കുള്ളിൽ നിക്ഷേപിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഈ ദിവസങ്ങൾക്ക് കൂടുതൽ മഹത്വമെന്ന് മഹാനായ ഇബ്നു ഹജർ തങ്ങൾ അതിനെ വിശദീകരിക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 നിസ്കരിക്കുന്ന 2 റക്അത്ത് നിസ്കാരത്തിന് റമളാനിന്റെ പകലുകളിൽ നിസ്കരിക്കുന്ന 2 റക്അത്തിനേക്കാൾ പുണ്യമുണ്ടെന്ന് നമുക്ക് പറയേണ്ടി വരും. ദുൽഹജ്ജ് മാസത്തിന്റെ ആദ്യ 10 ദിവസങ്ങളിൽ നിസ്കരിക്കുന്ന 2 റക്അത്ത് നമസ്കാരത്തിന് റമളാനിന്റെ പകലുകളിൽ നിസ്കരിക്കുന്നതിനേക്കാൾ മഹത്വമുണ്ടെന്ന് പറയേണ്ടി വരും. കാരണം ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദുൽഹജ്ജ് മാസത്തിന്റെ ആദ്യ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങളോടൊപ്പം എത്തി നിൽക്കാൻ ഒരു ഇബാദത്തിനും കഴിയില്ല എന്ന് പറഞ്ഞ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്, ഈ സമയത്ത് നമ്മൾ ചെയ്യുന്ന 2 റക്അത്ത് നമസ്കാരത്തിന് ഒപ്പമെത്താൻ റമളാനിൽ നിർവഹിക്കുന്ന 2 റക്അത്തിന് പോലും സാധ്യമല്ല എന്ന് ഫുഖഹാക്കൾ അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നോക്കൂ, ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ 10 ദിവസങ്ങളിലെ വെള്ളിയാഴ്ച, ഇന്ന് നമ്മൾ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യ 10 ദിവസത്തിലെ വെള്ളിയാഴ്ചയിലാണുള്ളത്. ഇതിന്റെ മഹത്വത്തെ പറ്റി മഹാനായ ഇബ്നു ഹജർ തങ്ങൾ പറയുന്നുണ്ട്, യൗമുൽ ജുമുഅത്തി ഫീ അശ്രി ദിൽ ഹിജ്ജ അഫ്ളലു മിനൽ ജുമുഅത്തി ഫീ ഗൈരിഹി എന്ന് വെച്ചാൽ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ 10 ദിവസങ്ങളിലുള്ള ഒരു ജുമുഅയ്ക്ക് ഒരാൾക്ക് ഒത്തുകൂടാൻ കഴിഞ്ഞാൽ ദുൽഹജ്ജ് മാസമല്ലാത്ത മറ്റേത് മാസം നിർവഹിക്കുന്ന ജുമുഅയേക്കാൾ ഇരട്ടി പ്രതിഫലം അല്ലാഹു നൽകുമെന്ന്. അതിന്റെ കാരണം പറയുന്നുണ്ട് അദ്ദേഹം, ലിജ്തിമാഇൽ ഫദ്ലൈനി ഫീഹി, ഇരട്ടി കാര്യങ്ങൾ, ഇരട്ടി നന്മകൾ ഒത്തുകൂടുന്നത് കൊണ്ടാണ്. ഒന്ന്, ദുൽഹജ്ജ് മാസത്തിന്റെ ആദ്യ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന ഇബാദത്ത് എന്നത് ഒരു കാര്യം, രണ്ടാമത്തേത് ജുമുഅ എന്നുള്ളത് മറ്റൊരു കാര്യം. ഇങ്ങനെ ഇരട്ടി പ്രതിഫലം കിട്ടുന്നതാണ് ദുൽഹജ്ജ് മാസത്തിലെ ജുമുഅകൾക്ക് എന്ന് മഹാനായ ഇബ്നു ഹജർ തങ്ങൾ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും.
പ്രിയപ്പെട്ടവരെ, ഏറെ ശ്രേഷ്ഠതയുള്ള ഈ ദിവസങ്ങളിൽ ധാരാളം കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ നമ്മുടെ പൂർവികരായ മഹത്തുക്കൾ ശ്രദ്ധിച്ചിരുന്നു. ഒട്ടേറെ ഇബാദത്തുകൾ അവർ വർദ്ധിപ്പിച്ചിരുന്നു. വകാന സഈദ് ഇബ്നു ജുബൈർ, മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു താബിഈങ്ങളിൽ പ്രമുഖനാണ്, പ്രസിദ്ധനാണ്. അദ്ദേഹത്തിന്റെ സംഭവം, ഇദാ ദഖല അയ്യാമുൽ അശ്രി, ദുൽഹജ്ജ് മാസത്തിന്റെ ആദ്യ 10 രാവുകൾ എത്തിക്കഴിഞ്ഞാൽ, ഇജ്തിഹദ ഇജ്തിഹാദൻ ശദീദൻ, അദ്ദേഹം ഇബാദത്തിന് വേണ്ടി ഒരുപാട് പരിശ്രമിക്കും, സാധിക്കുവോളം ഇബാദത്ത് ചെയ്യും. ഹത്താ മാ യകാദു യഖ്ദിറു അലൈഹി, ഇനി തന്നെ കൊണ്ട് കഴിയില്ല എന്ന് തോന്നുവോളം അദ്ദേഹം ഇബാദത്ത് മുഴുകും. ദിക്റിലാണെങ്കിലും സ്വലാത്തിലാണെങ്കിലും രാത്രി നിസ്കാരത്തിലാണെങ്കിലും നോമ്പിലാണെങ്കിലും ഖുർആൻ പാരായണത്തിലാണെങ്കിലും ദാനധർമ്മങ്ങളിലാണെങ്കിലും ഇതിലപ്പുറം ഇനി എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സ് പറയുന്നത് വരെ അദ്ദേഹം ഈ 10 ദിവസങ്ങളിൽ ഇബാദത്തിൽ മുഴുകുമായിരുന്നുവെന്ന് കിതാബുകളിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയും. മഹാനായ സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി, പ്രമുഖനായ താബിഈയാണ് അദ്ദേഹം. പ്രിയപ്പെട്ടവരെ, മഹാനായ ഇബ്നു മുഫ്ലിഹ് റഹിമഹുല്ലാഹ് പറയുന്നു, وأيام عشر ذي الحجة كلها شريفة مفضلة يضاعف العمل فيها. ദുൽഹജ്ജിന്റെ ആദ്യ 10 ദിവസങ്ങൾ എന്നുള്ളത് എന്തുകൊണ്ടും ശ്രേഷ്ഠമാണ്, അത് എന്തുകൊണ്ടും ഉത്കൃഷ്ടമാണ്. വയുസ്തഹബ്ബുൽ ഇജ്തിഹാദു ഫിൽ ഇബാദത്തി ഫീഹാ, ആ 10 ദിവസങ്ങളിൽ പ്രത്യേകം ഇബാദത്തുകൾക്ക് വേണ്ടി മത്സരിക്കണം, ഇബാദത്തുകൾക്ക് വേണ്ടി പ്രത്യേകം സമയം കണ്ടെത്തണം. അത് പ്രത്യേകം സുന്നത്താകുന്നു എന്ന് പോലും മുഗ്നിയിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ പുണ്യങ്ങൾ സമ്പാദിക്കുവാൻ ഏറെ കഴിയുന്ന, സാധിക്കുന്ന ഒരു അവസരത്തിലാണ്, ഒരു സന്ദർഭത്തിലാണ്, അത്തരം ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇത് അള്ളാഹു നമുക്ക് നൽകിയ അവസരമാണ്, പടച്ചവൻ നമുക്ക് നൽകിയ ഒരു ദാനമാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്, ഇഫ്അലുൽ ഖൈറ ദഹ്റകും, നിങ്ങളുടെ ആയുസ്സിൽ പരമാവധി നിങ്ങൾ നന്മകൾ ചെയ്യണം, നിങ്ങളുടെ ആയുസ്സിൽ പരമാവധി നിങ്ങൾ നന്മകൾ ചെയ്യണം. വതഅറളൂ ലിനഫഹാത്തി റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ദിനങ്ങൾ നിങ്ങൾ അന്വേഷിച്ച് നടക്കണം. ഏതൊക്കെ ദിനത്തിലാണ് സ്പെഷ്യൽ ഓഫർ വരുന്നത്, നമ്മളത് ശ്രദ്ധിക്കാറുണ്ട്. ദുനിയാവിന്റെ കാര്യത്തിൽ ഏതെല്ലാം ഷോപ്പുകളിലാണ് പ്രത്യേകം സ്പെഷ്യൽ ഓഫർ വരുന്നത് എന്ന് ചിന്തിച്ച് രാത്രി 1 മണിക്കും 2 മണിക്കുമൊക്കെ ആ ടൈം കാത്തു നിന്ന് തിരക്കൊഴിയുമെന്ന് പ്രതീക്ഷിച്ച് കടകൾക്ക് മുമ്പിൽ ക്യൂ നിൽക്കുന്നവരുണ്ട്. ഞാൻ പേരും അഡ്രസ്സും കടയുടെ പേരുകളൊന്നും പറയുന്നില്ല, നമുക്കൊക്കെ ബോധ്യമുള്ളതാണ്. നിങ്ങൾ അള്ളാഹുവിന്റെ ഓഫർ ദിനങ്ങൾ മനസ്സിലാക്കി അത് നിങ്ങൾ കാത്തിരിക്കണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫഇന്ന ലില്ലാഹി നഫഹാത്തിൻ മിൻ റഹ്മതിഹി, കാരണം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കാരുണ്യം കണക്കില്ലാതെ ചൊരിയുന്ന ചില ദിനങ്ങളുണ്ട്, ചില പ്രത്യേക ദിനങ്ങളുണ്ട്. എല്ലാ ദിവസവും അതില്ല, പ്രത്യേകമായി ചില ഓഫറുകൾ കൊടുക്കുന്ന ദിവസങ്ങളുണ്ട്. നിങ്ങളത് അന്വേഷിച്ച് കാത്തിരിക്കണം. യുസീബു ബിഹാ മൻ യശാഉ മിൻ ഇബാദിഹി, അള്ളാഹുവിന്റെ അടിയാറുകളിൽ സൗഭാഗ്യമുള്ളവരെ അവൻ അതിനു വേണ്ടി തിരഞ്ഞെടുക്കും. എല്ലാവർക്കും അതിനുള്ള ഭാഗ്യം ലഭിച്ചു കൊള്ളണമെന്നില്ല. പടച്ചവന്റെ ഓഫർ കരസ്ഥമാക്കാൻ, അത് ശ്രദ്ധിക്കാൻ, അത് മനസ്സിലാക്കാൻ ചിലർക്ക് മാത്രമേ അവസരം ലഭിക്കുകയുള്ളൂ. അത്തരം സന്ദർഭങ്ങൾ നിങ്ങൾ മുതലാക്കുകയും നിങ്ങളുടെ കുറവുകളും ന്യൂനതകളും മറച്ചു വെക്കണേ എന്ന് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ഇരക്കുകയും ചെയ്യണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ്, മഹാനായ പ്രവാചകൻ പറയുന്നു, ആയുസ്സിൽ പരമാവധി നിങ്ങൾ നന്മകൾ പ്രവർത്തിക്കുക, പരമാവധി നന്മകൾ പ്രവർത്തിക്കുക, പടച്ചവന്റെ ഓഫർ കാലത്ത് പ്രതീക്ഷിച്ചിരിക്കുക എന്ന് പറഞ്ഞ പ്രവാചകന്റെ ഈ ഹദീസ് നമ്മെ യഥാർത്ഥത്തിൽ കോരിത്തരിപ്പിക്കേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, വദ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅദൂദാത്ത്, പരിശുദ്ധ ഖുർആൻ പറയുന്നു, നിങ്ങൾ ചില പ്രത്യേക ദിവസങ്ങളിൽ, എണ്ണപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുക എന്ന്. ഇത് ഓഫർ കാലമാണ്. ദുൽഹജ്ജിന്റെ 10 ദിവസങ്ങൾ, ആദ്യത്തെ 10 ദിവസം ഇത് പടച്ചവൻ ഒരു ഓഫർ പ്രഖ്യാപിച്ച കാലമാണ്. ഈ സമയത്തെ പറ്റിയാണ് ഫീ അയ്യാമിൻ മഅദൂദാത്ത് എന്ന് ഖുർആൻ പറഞ്ഞത്. എണ്ണപ്പെട്ട ചില ദിവസങ്ങളിൽ, അഥവാ ഈ 10 ദിവസങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കണം, അള്ളാഹുവിനെ ഓർക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മിപ്പിക്കുന്നു. ഈ ദിവസങ്ങളിൽ തഹ്ലീലുകളും തക്ബീറുകളും തഹ്മീദുകളും വർദ്ധിപ്പിക്കണമെന്ന് മഹാനായ പ്രവാചകൻ നമ്മെ ഉപദേശിക്കുന്നു. മാമിൻ അയ്യാമിൻ അഅ്ലമു ഇൻദല്ലാഹി സുബ്ഹാനഹു
ولا أحب إليه العمل فيهن من هذه الأيام العشر. മഹാനായ പ്രവാചകൻ പറഞ്ഞു, അള്ളാഹുവിന് ഈ ദുൽഹജ്ജ് മാസത്തിന്റെ സമയത്ത് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളേക്കാൾ പ്രിയപ്പെട്ടതായി മറ്റൊന്നുമില്ല. അതുകൊണ്ട് ഈ സമയത്ത് നിങ്ങൾ കൂടുതൽ തഹ്ലീൽ വർദ്ധിപ്പിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് വർദ്ധിപ്പിക്കണം, വത്തക്ബീർ തക്ബീറുകൾ നിങ്ങൾ വർദ്ധിപ്പിക്കണം, വത്തഹ്മീദ് അൽഹംദുലില്ലാഹ് എന്നുള്ള ദിക്ർ തസ്ബീഹ് തഹ്മീദ് നിങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് കൂടി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ദുൽഹജ്ജ് മാസത്തിലെ ആദ്യ 10 ദിനങ്ങൾ തക്ബീർ കൊണ്ട് സജീവമാക്കാൻ നമ്മുടെ പൂർവികർ, നമ്മുടെ മുൻഗാമികൾ കൂടുതൽ മത്സരിച്ചിരുന്നതായി മഹാനായ ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാം. അന്ന ഇബ്നു ഉമറ വഅബാ ഹുറൈറ റളിയല്ലാഹു അൻഹുമാ കാനാ യഖ്റുജാനി ഇല സൂഖ് ഫയുകബ്ബിറാനി വയുകബ്ബിറു الناس ബിതക്ബീരിഹിമാ. മഹാനായ ഇബ്നു ഹജർ തങ്ങൾ ബുഖാരി റഹിമഹുല്ലാഹ് പറയുകയാണ്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവും അങ്ങാടിയിലേക്ക് പുറപ്പെടും, മാർക്കറ്റിലേക്ക് ഇറങ്ങുമായിരുന്നു, എന്നിട്ട് തക്ബീർ മുഴക്കുമായിരുന്നു. ദുൽഹജ്ജിന്റെ ഈ 10 ദിവസങ്ങളിൽ തക്ബീറുകൾ മുഴക്കുമായിരുന്നു. അവർ രണ്ടുപേരുടെയും തക്ബീർ കേൾക്കുമ്പോൾ ജനങ്ങൾ ആവേശത്തോടു കൂടി തക്ബീർ ചൊല്ലുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, അവർ എന്തെങ്കിലും സാധനങ്ങൾ വിൽക്കുവാനോ അത് വാങ്ങുവാനോ വേണ്ടിയായിരുന്നില്ല മാർക്കറ്റിലേക്ക് പോയിരുന്നത്. മറിച്ച് ഈ സമയത്ത് തക്ബീർ ചൊല്ലാൻ വേണ്ടി ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇവർ രണ്ടുപേരും മാർക്കറ്റിലേക്ക് പോയിരുന്നത്. അദ്ദേഹം വീണ്ടും പറയുകയാണ്, ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് പറയുന്നു, മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മിനാ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ഉച്ചത്തിൽ തക്ബീർ ചൊല്ലുമായിരുന്നു. അത്രേ എപ്പോ? ഈ ദുൽഹജ്ജിന്റെ 10 ദിവസങ്ങളിൽ ആളുകൾ കേൾക്കത്തക്ക തരത്തിൽ ഉച്ചത്തിൽ അദ്ദേഹം തക്ബീറുകൾ ചൊല്ലും. മലയുടെ മുകളിൽ നിന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തക്ബീറിന്റെ ശബ്ദം കേട്ട് പള്ളിയിലുള്ള ആളുകൾ അത് കേൾക്കും. പള്ളിയിൽ ഇരുന്നു കൊണ്ട് ആളുകൾ അദ്ദേഹത്തോടൊപ്പം ഏറ്റുചൊല്ലും. അങ്ങാടിയിലുള്ളവരുടെ തക്ബീറിനാൽ മിനാ പർവ്വതം തക്ബീർ കൊണ്ട് മുഖരിതമാകുമായിരുന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയും. ദുൽഹജ്ജിന്റെ 10 ദിവസങ്ങളിൽ നിങ്ങൾ തക്ബീറും തഹ്ലീലും തഹ്മീദും വർദ്ധിപ്പിക്കുക എന്നുള്ള നബിവചനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അവരങ്ങനെ ചെയ്തിരുന്നത് എന്ന് ഫതഹുൽ ബാരിയിൽ മഹാനായ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് വളരെ സവിസ്തരം ഈ സംഭവം പ്രതിപാദിക്കുന്ന നമുക്ക് കാണാം. താബിഈ വര്യനായ മൈമൂൻ ഇബ്നു മിഹ്റാൻ റഹിമഹുല്ലാഹ് പറയുകയാണ്, അദ്റക്തുൻ നാസ് ഇന്നഹും വഇന്നഹും ലയുകബ്ബിറൂന ഫിൽ അശ്രി ഹത്താ കുന്തു അസ്ബഹുഹു ബിൽ അംവാജി മിൻ കസറതിഹാ. മഹാനവറുകൾ പറയുന്നു, ദുൽഹജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ ജനങ്ങൾ തക്ബീർ ചെല്ലുന്നവരായി ഞാൻ കണ്ടു. എനിക്ക് അതിനെപ്പറ്റി പറയാൻ തോന്നുന്നത് തക്ബീറിന്റെ ആധിക്യത്താൽ ഞാൻ അതിനെ ഉപമിക്കാൻ ആഗ്രഹിക്കുന്നത് തിരമാലകളോടാണ്. തിരമാലകൾ അടിക്കുന്നത് പോലെ ഒരു ഇരമ്പൽ ശബ്ദം, ഒരുപോലെ ആളുകൾ തക്ബീർ ചെല്ലുന്നതിന് ഞാൻ സാക്ഷിയാണ് എന്ന് മഹാനായ താബിഈ വര്യൻ മൈമൂൻ ഇബ്നു മിഹ്റാൻ റഹിമഹുല്ലാഹ് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഈ അനുഗ്രഹീതമായ ദിവസങ്ങളുടെ ആഗമനത്തോടുകൂടി രാവിലെയും വൈകുന്നേരവും പള്ളികളിലും നമ്മുടെ വീടുകളിലും അങ്ങാടികളിലും ഷോപ്പുകളിലും നടക്കാൻ പോകുമ്പോഴും ഒക്കെ തക്ബീറുകളും തഹ്മീദുകളും സുബ്ഹാനല്ലാഹും തഹ്ലീലുകളും ഒക്കെ നമ്മൾ വർദ്ധിപ്പിക്കണം. മഹാനായ പ്രവാചകൻ നമ്മെ ഉപദേശിക്കുന്നത് അങ്ങനെയാണ്. എന്നാൽ നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള തക്ബീർ അത് ആരംഭിക്കുന്നത് ദുൽഹജ്ജ് 9 അന്ന് സുബഹി നമസ്കാരം മുതൽ, അതുപോലെ ദുൽഹജ്ജ് 13 അസ്ർ നമസ്കാരം വരെയാണ് നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള തക്ബീറുകൾ പെരുന്നാളിനോടനുബന്ധിച്ച് സാധാരണ നമ്മൾ ചെല്ലാറുള്ളത്. എന്നാൽ ദുൽഹജ്ജിന്റെ തുടക്കം മുതൽ തന്നെ ഈ തക്ബീറുകൾ മഹാന്മാരായ സ്വഹാബികളും താബിഈകളും വർദ്ധിപ്പിക്കുമായിരുന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ പാരായണം, അതുപോലെ ദാനധർമ്മം, ദുആ, ഇസ്തിഗ്ഫാറുകൾ തുടങ്ങി സാധാരണ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, എല്ലാ ഇബാദത്തുകളും ഈ ദിവസങ്ങളിൽ സാധാരണയേക്കാൾ കൂടുതൽ വർദ്ധിപ്പിക്കുവാൻ ഈ 10 ദിവസങ്ങൾ നമ്മൾ സമയം കണ്ടെത്തണം. ഏറെ ശ്രേഷ്ഠകരമായ അറഫാ ദിവസം വരുന്നത് ഈ ദിനങ്ങളിലാണ്. അറഫാ ദിവസം എന്നുള്ളത് അള്ളാഹുവിന്റെ കണക്കില്ലാത്ത അനുഗ്രഹവും അവന്റെ പരിശുദ്ധമായ ദീനും ഈ ഉമ്മത്തിന് മേൽ പൂർത്തീകരിക്കപ്പെട്ട ദിനമാണല്ലോ അറഫ. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ വിശദമായ ചരിത്രവും സംഭവവും അതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. സമയക്കുറവുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അറഫ ദിനം എന്നുള്ളത് പ്രിയപ്പെട്ടവരെ പാപമോചനത്തിന്റെയും നരകമോചനത്തിന്റെയും ദിനമാണ്.
അന്നത്തെ ദിവസം നരകത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ ഏറ്റവും സാധ്യത കൂടുതലുള്ള ദിവസമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി മഹാനായ പ്രവാചകൻ പറഞ്ഞതായിട്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, മാ മിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅതിഖല്ലാഹു ഫീഹി അബദൻ മിനൻ നാർ മിൻ യൗമി അറഫ. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരടിമയെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഏറെ സാധ്യതയുള്ള, ഏറെ ഇടയുള്ള ഒരു ദിനം അറഫ ദിനത്തേക്കാൾ മികച്ചതായി മറ്റൊരു ദിനമില്ലെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വഇന്നഹു ലയദ്നു സുമ്മ യുബാഹി ബിഹിമുൽ മലായിക. അന്നത്തെ ദിവസം അല്ലാഹു അവന്റെ പടപ്പുകളിലേക്ക് അടുത്തു വരും, അവൻ ചേർന്നു വരും. എന്നിട്ട് മലക്കുകൾക്ക് മുമ്പിൽ അഭിമാന പുരസ്സരം അവൻ ചോദിക്കും, ഫയഖൂലു മാ അറാദ ഹഉലാ. ഇക്കൂട്ടർ എന്താണ് ഉദ്ദേശിക്കുന്നത്? അറഫയിൽ തിങ്ങിക്കൂടിയ ഹാജിമാരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവരെന്താണ് ചോദിക്കുന്നത്, എന്താണ് ഇവരുടെ ആവശ്യം? അള്ളാഹുവിന് കൃത്യമായിട്ടറിയാം. എങ്കിലും അള്ളാഹു അഭിമാനത്തോടുകൂടി മലക്കുകളോട് ചോദിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വർഷത്തെ അറഫാ ദിനം മക്കയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴാഴ്ചയാണ്. മീഡിയകളിലൂടെ നമ്മളത് അറിഞ്ഞതാണ്. വ്യാഴാഴ്ചയാണ് മക്കയിലെ അറഫ. നമുക്ക് അറഫാ ദിവസം എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയാണ്. പലപ്പോഴും അങ്ങനെ തന്നെയാണ് വരാറുള്ളത്. നമ്മുടെ നാട്ടിലെ പിറ കാണുന്നതിൻ്റെ അനുസരിച്ച് അറഫാ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കയറി വരാറുണ്ട്. ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളുടെ കാലഘട്ടത്തിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. രണ്ട് സമയത്തായിട്ട് പിറ കണ്ട രണ്ട് നാടുകളിൽ പിറ കാണുമ്പോൾ ആ പിറ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നോമ്പ് പിടിക്കുകയും പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്തത് മഹാന്മാരായ സ്വഹാബികളുടെ കാലഘട്ടത്തിൽ സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും ഇതേ സമയത്ത് ഞാൻ ഹദീസും സംഭവവും വളരെ സവിസ്തരം നിങ്ങളുടെ മുമ്പിൽ പ്രതിപാദിച്ചതായതുകൊണ്ട് ആ ഒരു വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ചുരുക്കത്തിൽ നമ്മുടെ നാടുകളിൽ പിറ പ്രഖ്യാപിക്കുന്നത് എന്നാണോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നോമ്പും പെരുന്നാളും ഹജ്ജും ഒക്കെ നമ്മൾ സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ നാടുകളിൽ 29-ന് ദുൽഖഅദിന്റെ പിറ കാണാത്തതിന്റെ അടിസ്ഥാനത്തിൽ 30 പൂർത്തിയാക്കിയത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ദുൽഹജ്ജ് അതിന്റെ 9 എന്ന് പറയുന്നത്, അഥവാ അറഫ നോമ്പ് വെള്ളിയാഴ്ചയായി, അടുത്ത വെള്ളിയാഴ്ചയായി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഖാദിമാർ. പിറ്റേ ദിവസം ശനിയാഴ്ചയാണ് നമുക്ക് പെരുന്നാളുമുള്ളത്. എല്ലാ നിലയിലും ശ്രേഷ്ഠകരമായ അറഫ ദിനത്തിൽ ആ അറഫയിൽ നിൽക്കുന്ന ഹാജിമാർക്കല്ലാത്ത മുഴുവൻ മുഅ്മിനീങ്ങൾക്കും നോമ്പ് നോക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ്, പ്രബലമായ സുന്നത്താണ്. ഫിഖ്ഹിന്റെ കിതാബിലൊക്കെ പ്രത്യേകം പറയുന്നുണ്ട്, ഈ അറഫ നോമ്പിനോടൊപ്പം തന്നെ അതിന്റെ തലേ ദിവസത്തെ നോമ്പ് കൂടി ചേർത്ത് പിടിക്കൽ വളരെ നല്ലതാണ് എന്ന് പറയുന്നു. അങ്ങനെ കൂടി പിടിക്കുമ്പോൾ ഫിഖ്ഹിന്റെ ഉലമാക്കൾ വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയാണ് അങ്ങനെ പറഞ്ഞത്. കാരണം അറഫ ദിവസം വ്യാഴാഴ്ചയാണ് ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം മക്കയിലുള്ളത്, നമ്മെ സംബന്ധിച്ചിടത്തോളം അത് വെള്ളിയാഴ്ചയാണ്. അപ്പൊ ഫിഖ്ഹിന്റെ ഉലമാ പറഞ്ഞതനുസരിച്ച് തലേ ദിവസം വ്യാഴാഴ്ച കൂടി ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിച്ചാൽ ഇരട്ടി കൂലിയായി എന്ന് മാത്രമല്ല, വ്യാഴാഴ്ച നോമ്പ് എന്ന് പറയുന്ന ഒരു സുന്നത്ത് നോമ്പ് കൂടി നമുക്ക് ലഭിക്കും. അതിനോടൊപ്പം അറഫയിൽ ഹാജിമാർ നിൽക്കുന്ന ആ ദിവസത്തോട് ചേർന്നു വരുന്നു എന്നുള്ള ഒരാത്മസംതൃപ്തി കൂടി നമുക്കുണ്ടാവും. അതുകൊണ്ട് സാധിക്കുന്നവരൊക്കെ വ്യാഴാഴ്ച കൂടി ചേർത്ത്, വ്യാഴവും വെള്ളിയും കൂടി ചേർത്ത് പിടിക്കണം എന്നുള്ളത് കൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ അറഫ നോമ്പിന്റെ പ്രത്യേകതയായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, സിയാമു യൗമി അറഫത അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനതല്ലതി ഖബലഹു വസ്സനതല്ലതി ബഅദഹു. മഹാനായ അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അറഫ ദിവസത്തിൽ നോമ്പിനെ പറ്റി ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അത് കഴിഞ്ഞ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ പൊറുക്കപ്പെടും. അത്രമാത്രം പ്രതിഫലം കിട്ടുന്ന ഒരു നന്മയാണ്, ഒരു വ്രതമാണ്, നോമ്പാണ് എന്നാണ് അറഫ നോമ്പിനെ പറ്റി ചോദിക്കപ്പെട്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. അപ്പൊ അറഫ ദിവസം നോമ്പ് പിടിക്കുമ്പോൾ 2 വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടും. കഴിഞ്ഞ വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടും. വരാനിരിക്കുന്ന വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഹദീസ് പണ്ഡിതന്മാർ അതിന് കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം, ആ വർഷത്തിൽ പാപങ്ങൾ ഒഴിവാക്കുവാനുള്ള ഒരു തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകുമെന്നാണ്.
പാപങ്ങളിൽ വീഴാതെ ഒരു പ്രത്യേകമായ ഒരു കാവൽ അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്നുണ്ടാകുമെന്നാണ് അതിൻ്റെ ഒരു വ്യാഖ്യാനം. രണ്ടാമതൊരു വ്യാഖ്യാനം ഇങ്ങനെയാണ്: ഇനി വല്ല പാപവും മറ്റും സംഭവിച്ചാൽ തന്നെ തൗബ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു തആല അവന് കൊടുക്കുമെന്നാണ്. അതാണ് വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപവും കൂടി അള്ളാഹു പുറത്തു കൊടുക്കും എന്നതിനെ പറ്റി ഹദീസ് പണ്ഡിതന്മാർ നൽകിയിട്ടുള്ള ഒരു വ്യാഖ്യാനം. ഏതായാലും ഇത്രയും ശ്രേഷ്ഠത നിറഞ്ഞ ദുൽഹജ്ജ് മാസത്തിന്റെ ഈ സുദിനങ്ങൾ നമുക്ക് കൈവന്നിട്ടും പ്രിയപ്പെട്ടവരെ, അതിന്റെ മഹത്വം തിരിച്ചറിയാതെ പോകുന്നത് വളരെ അപകടകരമാണെന്ന് കൂടി നമ്മൾ അറിയണം. പരിശുദ്ധ റമദാൻ ആഗതമാകുമ്പോൾ ഇബാദത്തുകളിൽ വ്യാപൃതരാവാൻ നമ്മൾ ഉത്സാഹം കാണിക്കും. പക്ഷെ ദുൽഹജ്ജ് മാസം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ആ ഉത്സാഹം നമ്മൾ കാണിക്കാറില്ല. ഇതിന്റെ മഹത്വം നമ്മൾ തിരിച്ചറിയാത്തത് കൊണ്ടാണ്. മറ്റൊന്ന്, 2 കാരണങ്ങളുണ്ട്. റമദാൻ വരുമ്പോൾ റമദാനിൽ പിശാചിനെ ചങ്ങലക്കിടും. മുഷ്ക് കാണിക്കുന്ന പ്രശ്നക്കാരായ പിശാചുകളെ ചങ്ങലക്കിടും. അതുകൊണ്ട് നമുക്ക് ഇബാദത്തുകളിലേക്ക് വേണ്ടി പ്രത്യേകം ഉത്സാഹമുണ്ടാകും. രണ്ടാമത്തെ കാരണം, റമദാൻ ആകുമ്പോൾ പള്ളിയിൽ കയറാത്തവർ പോലും ആവേശത്തോടു കൂടി പള്ളിയിൽ വരും. ജനനിബിഡമാണ് പള്ളി. ആ ഒരു കുത്തൊഴുക്കിൽ നിസ്കാരമില്ലാത്ത മറ്റുള്ളവരും എല്ലാവരും പള്ളി പോകുന്നു എന്നുള്ള നിലയിൽ വീണ്ടും അവർ പള്ളിയിലേക്ക് വരും. ഇങ്ങനെ 2 കാരണങ്ങളുണ്ട്. ഈ 2 കാരണങ്ങളും ദുൽഹജ്ജ് മാസത്തിൽ ഇല്ല. പിശാചിനെ പിടിച്ച് പൂട്ടുന്നില്ല, അതുപോലെ ജനങ്ങളുടെ ഒഴുക്ക് പള്ളിയിലേക്കില്ല. അതുകൊണ്ടാണ് ഈ 10 ദിവസത്തെ ജനങ്ങൾ നിസ്സാരവൽക്കരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതിന്റെ മഹത്വം നമ്മൾ തിരിച്ചറിയണം. പള്ളികളിലേക്കും ഇബാദത്തുകളിലേക്കും ഖുർആൻ പാരായണത്തിലേക്കും ഒക്കെ നമ്മൾ മടങ്ങി വരണം. ഒട്ടേറെ പ്രതിഫലമാണ് ഈ 10 ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ നമ്മോട് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഞാൻ ഓതി വെച്ച ആയത്തിൽ, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന, നിങ്ങൾ മത്സരിക്കുക പാപങ്ങൾ പുറത്തു കിട്ടാൻ. ഈ പാപത്തിന്റെ ചുവടുകളുമായി പടച്ചവനെ കണ്ടുമുട്ടേണ്ടി വരരുത്. അതുകൊണ്ട് പാപങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി സാധിക്കുന്ന നന്മകളൊക്കെ നിങ്ങൾ ചെയ്യണം. അതുപോലെ ജന്നത്തിൻ, സ്വർഗം കിട്ടാൻ വേണ്ടി നിങ്ങൾ മത്സരിക്കണം. അതുപോലെ ആ സ്വർഗത്തിന്റെ വീതി എന്ന് പറയുന്നത് ആകാശ ഭൂമിയോളമാണ് അതിന്റെ വീതി. ഇത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി, ആകാശ ഭൂമിക്കിടയിലുള്ള സ്ഥലത്തേക്കാൾ വിശാലമായ ഒരു സ്ഥലം നമ്മുടെ മുമ്പിലില്ല. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ആകാശ ഭൂമിയോളം വീതിയുള്ള ആ സ്വർഗം കിട്ടാൻ വേണ്ടി നിങ്ങൾ മത്സരിക്കണമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പുണ്യമാസത്തിന്റെ പ്രാധാന്യവും ഇതിന്റെ മഹത്വവും വേണ്ട വിധം മനസ്സിലാക്കി കൂടുതൽ ഇബാദത്തുകളിൽ നിരതരാകുവാൻ അള്ളാഹു നമുക്ക് നല്ല തൗഫീഖ് നസീബാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ.